ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെ വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. സിംപ്ലി പറയുകയാണെങ്കിൽ തമ്മിൽ കണ്ടിട്ട് മനസ്സിലായിട്ടാണ് നമ്മളൊരു ട്രാവൽ വ്ളോഗ് ചെയ്യുകയാണ്. ഇതുവരെ ക്യാപ്ഷനിൽ ട്രാവൽ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ പോകാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായില്ല. സോ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ തമ്മിൽ, ഓൾറെഡി ഞാൻ ഫോട്ടോ ആഡ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങോട്ടാ നമ്മൾ നേരെ അതിരപ്പള്ളിയിലേക്ക് പോവാണ് ഗൈസ്. അവിടുന്ന് കുറച്ച് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്കാണ് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്നതുകൊണ്ട് നേരത്തേക്ക് എഴുന്നേറ്റ്, പക്ഷേ ഇപ്പം ടൈം 10:40 എന്നിട്ടും ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇനി അങ്ങോട്ട് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ. ഗൈസ് നോക്കൂ, ഭയങ്കര മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡിൽ നല്ല വെയിൽ, ബാക്കി അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ മൊത്തം ഭയങ്കര ഡാർക്കായിട്ട് നിൽക്കും. എന്താവുമെന്നൊരു പിടുത്തമില്ല. ഗൈസ് മഴയൊക്കെ മാറി, ചെറുതായിട്ട് വഴിയൊന്ന് തെറ്റിപ്പോയി. നമ്മൾ Take the next left onto Munurpilli Azahat Tumfam Prakriti Gram Road, Munurpilli Plantation Road. ഗൈസ് നല്ല അടിപൊളി ഒരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഫോണിൽ എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അത് ഫുള്ള് മരത്തിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ച് ഇനി നേരെ ആദ്യം അതിരപ്പള്ളി പോയിട്ട് തിരിച്ച് വന്ന് ആ സ്ഥലത്ത് പോകാമെന്ന് വെച്ചു. കുലിങ്ങുന്നു, റോഡ് കുറച്ച് ഇതാണ്. നോക്കൂ ഗൈസ്, ഇവിടെ മൊത്തം മറ്റേ പന പോലൊക്കെ ഇരിക്കുന്നു. അങ്ങനത്തെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ഇനി അങ്ങോട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സൗണ്ട് കേട്ടോ ഗൈസ്? ഗൈസ്, ഇനിയും നമുക്ക് 12 കിലോമീറ്റർ ഉണ്ട്. കുലുങ്ങി ഒരുമാതിരിയായി. പക്ഷെ എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അതിരപ്പള്ളി കാണണം. ഞാൻ ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയൊരു 12 കിലോമീറ്റർ. സിൽവർ സ്റ്റോൺ 9.7 കിലോമീറ്റർ. വൈൽഡ് ആനിമൽസ് ക്രോസ് ചെയ്യുന്ന സോണാണ് ഇന്ന് ബോർഡ് വെച്ചിരിക്കുന്നത്. കുറച്ചും കൂടി ഉള്ളു. ഇനി നമ്മൾക്ക് എത്രയുണ്ട്? 4.2 കിലോമീറ്റർ ഉള്ളൂ. Take the next right, then turn left. എത്താറായി ഗൈസ്, എത്താറായി. അടുത്ത ചെക്ക് പോസ്റ്റ് ടിക്കറ്റ് കൗണ്ടർ ആണ്. ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുത്തിട്ട് വാ. റെയിൻകോട്ട് വാങ്ങിച്ച്, കാരണം വിശ്വസിക്കാൻ പറ്റത്തില്ല മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന്. നമ്മളിവിടെ എത്തി. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയാണുള്ളത്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകണമെന്നാണ് പറഞ്ഞത്. നല്ലപോലെ വെള്ളം ഉണ്ട്, അതുകൊണ്ട് താഴെ വരെ പോകാം എന്നൊക്കെയാണ് ഇവിടുത്തെ ചേട്ടൻ ഇപ്പം നമ്മളോട് പറഞ്ഞത്. നോക്കട്ടെ. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാസിലെത്തി ഗൈസ്. അവിടെ കുരങ്ങനെ ഇരിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു. വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ആദ്യം എടുത്തില്ല കയറാൻ നേരത്ത്. ശ്വാസം മുട്ടുന്നു കുറച്ച് കയറിയപ്പോൾ തന്നെ. മൈക്ക് എടുക്കട്ടെ, ഒരു മിനിറ്റ്. മൈക്ക് എടുത്തോണ്ട് നടക്കാനുള്ള ഇതൊന്നും ഇല്ല. അയ്യോ വേണ്ട ഗൈസ്. അയ്യോ എത്തിയിട്ട് കാണിച്ചിട്ടാ ഗൈസ്. ഇല്ലെങ്കിൽ ഫോൺ എടുത്തോണ്ട് നടന്നു കഴിഞ്ഞാൽ എവിടെയും വീഴും. തറായിട്ടുണ്ട് ഗൈസ്. അവിടെയാണെന്ന് തോന്നുന്നു. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഭയങ്കര. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഗൈസ്?
ഇവിടെ പോയിട്ട് വന്നാൽ മഴയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഭയങ്കര ചൂടിപ്പണ്ടില്ല, വേർത്തൊലിച്ച്. ഇനി നമ്മൾ താഴെ പോവാം, താഴോട്ട് പോകണം. താഴെ കുറച്ചും കൂടി അടിപൊളിയാണ്. അതുകൊണ്ട് നമുക്ക് റെയിൻകോട്ട് ഞങ്ങൾ വാങ്ങിച്ചു. ഇവിടെ എല്ലാവരും പറഞ്ഞ റെയിൻകോട്ട് ഇട്ടിട്ട് താഴോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ ഡ്രസ്സെല്ലാം ഫുള്ള് ഇതാകും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട്. ഇവിടെ എത്താറായിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ തന്നെ ഇതുണ്ടോ, ഇതുപോലെ സ്ലിപ്പറി ആയിട്ടുള്ള വഴിയാണ്. അതുമല്ല കോട്ടിടണം, മഴ പെയ്യുന്ന പോലെ മൊത്തം നനയുന്നുണ്ട് ഗൈസ്. നോക്ക് ഗൈസ്, ഫോൺ ഫുള്ള് വെള്ളമായിരിക്കും, കണ്ണു പോലും കാണാൻ വയ്യ. നോക്ക് ഗൈസ്, ഇവിടെയാണ് ഞങ്ങളുള്ളത്. കാറ്റടിക്കുമ്പോൾ മുഖത്തോട്ട് വെള്ളം അടിക്കുന്നത് നോക്കൂ. നല്ല കാറ്റ്, അപ്പോൾ കാറ്റടിക്കുമ്പോൾ ആ ഫോഴ്സിൽ വെള്ളമെല്ലാം വീണ് മൊത്തം നനഞ്ഞ് മഴ പെയ്ത പോലെ ഇരിക്കുന്നു. പക്ഷെ മഴയല്ല, മൈക്കൊക്കെ നനഞ്ഞ് കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, അതുപോലെ അതേ. ഒന്നോ ഗായ്സ് നോക്ക്, എല്ലാവരും പറന്നു പോകുന്ന പോലെ നിൽക്കുക. എന്താ അവസ്ഥയെന്ന് നോക്കിയോ. തിരിച്ചു പോകാണ്. എൻ്റെ പോലെ കുഴഞ്ഞു നനഞ്ഞ് ഞാൻ വല്ലാതെ മയക്ക് നനഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇനി എടുത്തിട്ട് സംസാരിക്കുന്ന കുറച്ച് ടാസ്ക് ആയിരിക്കും. കുറേ നടക്കാനുണ്ട്, ഇത് ഇറങ്ങാനുണ്ടായിരുന്നായിരിക്കും. പുറത്തേക്ക് ഇറങ്ങാൻ പോകണം, കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്ത് പോകണം. ഓക്കെ.